നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. വികാരനിർഭരമായ വിടവാങ്ങലുമായി കീർ സ്റ്റാർമർ. പാർലമെന്റിന്റെ ആദരവ്. സാദിഖാന് ഹൗസ് ഓഫ് ലോർഡ്സിൽ അംഗത്വം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നൊഴിയുന്ന സർ കീർ സ്റ്റാർമർ ഹൗസ് ഓഫ് കോമൺസിൽ വികാരനിർഭരമായ വിടവാങ്ങൽ പ്രസംഗം നടത്തി. ജൂലൈ 15 നടന്ന തന്റെ അവസാനത്തെ ചോദ്യോത്തരവേളയിലാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എംപിമാർ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ആദരവ് നൽകിയത്. Mr. Speaker, this will be my last answer from this dispatch box. Every Prime Minister knows when they take up the torch that the day will come when they have to pass it on. That day has come for me. This is the end of my political journey. In 6 years, went from historic defeat in 2019 to historic victory in 2024. And in 2 years in government, I leave the country in better shape than I found it. I am proud of everything that we have achieved. Mr. Speaker, can I just take time to say to you, Mr. Speaker, and all those who work for the House and in our constituency offices, thank you for all your hard work. To our civil service, thank you also for all your hard work. To my political team, many of them here today, who came on this journey with me, thank you so much for everything you have done and being prepared to walk through fire for me. To my colleagues on these benches, I am proud of all we have achieved together and proud of each and every one of you. To my successor and each of you, I will give my full support. To all colleagues across the House, can I wish you good health and happiness? To all those in the gallery whose lives have been changed or improved by this Labour government, and all across the country who struggle to be seen or heard, you're the reason I came into politics. To my wife and children, I love you. Goodbye. രണ്ടായിരത്തി 19 ചരിത്രപരമായ തോൽവിയിൽ നിന്ന് ലേബർ പാർട്ടിയെ 2024 വൻ വിജയത്തിലേക്ക് നയിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ രാഷ്ട്രീയ യാത്രയുടെ അവസാനമാണിതെന്നും രാജ്യം മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് താൻ കൈമാറുന്നതെന്നും സ്റ്റാർമർ വ്യക്തമാക്കി. സ്റ്റാർമറുടെ പിൻഗാമിയായി ആൻഡി ബേൺഹാം ലേബർ പാർട്ടിയുടെ പുതിയ നേതാവായി ചുമതലയേൽക്കും. അതിനിടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് ലണ്ടൻ മേയർ സാദിഖാന് സ്റ്റാർമർ ഹൗസ് ഓഫ് ലോർഡ്സിൽ അംഗത്വം നൽകിയത് ശ്രദ്ധേയമായി. ഖാൻ ഉൾപ്പെടെ 26 പുതിയ ലോർഡ്സിനെയാണ് സ്റ്റാർമർ പ്രഖ്യാപിച്ചത്. ഇത് രാഷ്ട്രീയ നിയമനങ്ങളുടെ പേരിൽ വിമർശനം വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. എന്നാൽ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പ്രഭുസഭയിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരാനാണ് ഈ നീക്കമെന്ന് ലേബർ പാർട്ടി വൃത്തങ്ങൾ ന്യായീകരിക്കുന്നു. ആൻഡി ബേൺഹാമിന്റെ മന്ത്രിസഭയിൽ സാദിഖാൻ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും താൻ ലണ്ടൻ മേയർ പദവിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മന്ത്രിയാകാൻ താൽപ്പര്യമില്ലെന്നും ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കെയർ വർക്കേഴ്സിന് NHS മാതൃകയിൽ വാർഷിക ശമ്പള വർധനവ്. പുതിയ കരാറുമായി UK സർക്കാർ. UK-യിലെ 15 ലക്ഷത്തോളം വരുന്ന അഡൽട്ട് സോഷ്യൽ കെയർ മേഖലയിലെ തൊഴിലാളികൾക്ക് ആശ്വാസമായി NHS ജീവനക്കാരുടേതിന് സമാനമായ വാർഷിക ശമ്പള വർധനവ് നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചു. കീർ സ്റ്റാർമർ ഭരണകൂടത്തിന്റെ അവസാനത്തെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നാണിത്. ട്രേഡ് യൂണിയനുകളും തൊഴിലുടമകളും ഉൾപ്പെടുന്ന ഒരു പുതിയ പൊതുചർച്ചാ സമിതി രൂപീകരിച്ചാണ് ശമ്പളവും മറ്റ് തൊഴിൽ വ്യവസ്ഥകളും നിശ്ചയിക്കുക. 2026 അവസാനത്തോടെ നിലവിൽ വരുന്ന ഈ സമിതിയുടെ ആദ്യഘട്ട ചർച്ചകൾ 2027 ഏപ്രിൽ ആരംഭിക്കുകയും 2028 ഏപ്രിൽ മുതൽ പുതിയ ശമ്പള നിരക്കുകൾ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. 500 മില്യൺ പൗണ്ടിന്റെ സാമ്പത്തിക പിന്തുണയോടെയാണ് ഈ ചരിത്രപരമായ പരിഷ്കാരം നടപ്പിലാക്കുന്നത്. നിലവിൽ UK-യിൽ കെയർ വർക്കർമാരുടെ ശരാശരി വാർഷിക വരുമാനം 24,000 മുതൽ 25,000 പൗണ്ട് വരെയാണ്. ഇത് സമാന തസ്തികകളിലെ NHS ജീവനക്കാരെ അപേക്ഷിച്ച് ശരാശരി 7,000 പൗണ്ട് കുറവാണ്. കുറഞ്ഞ ശമ്പളവും മോശം തൊഴിൽ സാഹചര്യങ്ങളും മൂലം കെയർ മേഖല നേരിടുന്ന കടുത്ത ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കാൻ പുതിയ നീക്കം സഹായിക്കുമെന്ന് ഹെൽത്ത് മിനിസ്റ്റർ സ്റ്റീഫൻ കിനോക്ക് പറഞ്ഞു. ഒരു നാഷണൽ കെയർ സർവീസ് കെട്ടിപ്പടുക്കുന്നതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ശമ്പള വർധനവിനൊപ്പം കെയർ മേഖലയിലെ ജീവനക്കാരുടെ പ്രൊഫഷണൽ വളർച്ചയ്ക്കായി പ്രത്യേക കരിയർ ഘടനയും UK സർക്കാർ വികസിപ്പിക്കുന്നുണ്ട്.
ലോകകപ്പ് സെമിഫൈനൽ തോൽവിക്ക് പിന്നാലെ യുകെയിൽ ഫുട്ബോൾ ആരാധകരും പോലീസും തമ്മിൽ സംഘർഷം. ലോകകപ്പ് സെമിഫൈനൽ അർജന്റീനയോടേറ്റ നാടകീയമായ തോൽവിക്ക് പിന്നാലെ യുകെയിലെ സോലിഹളിൽ ഫുട്ബോൾ ആരാധകരും പോലീസും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടി. ജൂലൈ 15 രാത്രി നടന്ന മത്സരത്തിന് ശേഷമാണ് പോപ്പുലർ റോഡിലെ പ്രശസ്തമായ പബ്ബുകൾക്ക് പുറത്ത് വലിയ തോതിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇംഗ്ലണ്ട് ആരാധകർ പോലീസുകാരുമായി വാക്കുതർക്കത്തിലും കയ്യാങ്കളിയിലും ഏർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജനക്കൂട്ടത്തിനു നേരെ ലാത്തി വീശുന്നതും മറ്റൊരു ദൃശ്യത്തിൽ ആരാധകന് നേരെ മർദ്ദനം അഴിച്ചുവിടുന്നതും കാണാം. ചിലരെ പോലീസ് ബലം പ്രയോഗിച്ച് നിലത്ത് കിടത്തുന്നതും ചുവരിലേക്ക് ചേർത്ത് പിടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സംഭവത്തെ തുടർന്ന് ഫുട്ബോൾ ആരാധകരുടെ പെരുമാറ്റത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. തോൽവി അംഗീകരിക്കാൻ കഴിയാത്ത മുതിർന്ന പുരുഷന്മാർ കുട്ടികളെപ്പോലെയാണ് പെരുമാറുന്നതെന്നും സ്റ്റേഡിയങ്ങളിൽ സമാധാനപരമായി ഒന്നിച്ചിരുന്ന് റഗ്ബി ആരാധകരെ കണ്ടുപഠിക്കണമെന്നും പലരും കുറിച്ചു. മദ്യം കൈകാര്യം ചെയ്യാൻ അറിയാത്തവർ അത് കുടിക്കരുതെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഫുട്ബോൾ രംഗത്ത് വർഷങ്ങളായി ഇത്തരം അക്രമങ്ങൾ തുടരുകയാണെന്ന് മുതിർന്ന ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. സംഭവത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണത്തിനായി വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസിനെ മാധ്യമങ്ങൾ സമീപിച്ചിട്ടുണ്ട്. വെസ്റ്റ് ലണ്ടനിൽ ഉറങ്ങിക്കിടന്ന ഇന്ത്യൻ യുവതി കുത്തേറ്റ് മരിച്ചു. വംശീയ അധിക്ഷേപമെന്ന് കുടുംബം. വെസ്റ്റ് ലണ്ടനിലെ ഹെയ്സിൽ സ്വന്തം വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 24-കാരിയായ ഇന്ത്യൻ യുവതി കരൺദീപ് കൗർ കുത്തേറ്റ് മരിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇവരുടെ ഭർത്താവിനെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാനും ആഴ്ചകൾ മാത്രം പ്രായമുള്ള ഇവരുടെ കുഞ്ഞിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട 44 വയസ്സുകാരനായ ഡാനിയൽ സീൻ ജെയിംസ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കെട്ടിടത്തിന്റെ ജനലിലൂടെ പുറത്തേക്ക് ചാടി പരിക്കേറ്റ നിലയിലാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിക്കെതിരെ വധശ്രമം, മാരകായുധം കൈവശം വയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. പഞ്ചാബിലെ തരൺ ജില്ല സ്വദേശിനിയായ കിരൺദീപ് 2 വർഷം മുൻപാണ് സ്റ്റുഡൻസ് വിസയിൽ യുകെയിലെത്തിയത്. മകളുടെ യുകെയിലെ പഠനത്തിനായി മാതാപിതാക്കൾ തങ്ങളുടെ കൃഷിഭൂമി മുഴുവൻ വിറ്റഴിച്ചിരുന്നതായി ബന്ധുക്കൾ കണ്ണീരോടെ ഓർക്കുന്നു. വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ പ്രതി കരൺദീപിനെ ലക്ഷ്യമിട്ടാണ് ആക്രമിച്ചതെന്നും ഇത് വംശീയ അധിക്ഷേപത്തിന്റെ ഭാഗമാണെന്നും കുടുംബം ആരോപിച്ചു. കിരൺദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ കേസിൽ വംശീയ ആക്രമണത്തിന് ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും എല്ലാ സാധ്യതകളും വിശദമായി അന്വേഷിച്ചു വരികയാണെന്നും യുകെ പോലീസ് വ്യക്തമാക്കി. യുകെയിൽ നികുതിയില്ലാതെ 21,330 പൗണ്ട് വരെ നേടാം. 2 പ്രധാന ഇളവുകളുമായി HMRC. യുകെയിൽ വ്യക്തിഗത നികുതി ഇളവ് 12,570 പൗണ്ടായി തുടരുമ്പോഴും HMRCയുടെ 2 പ്രത്യേക നിയമങ്ങൾ ഉപയോഗിച്ച് ആളുകൾക്ക് തങ്ങളുടെ നികുതിരഹിത വരുമാനം 21,330 പൗണ്ട് വരെയായി ഉയർത്താമെന്ന് റിപ്പോർട്ട്. കുറഞ്ഞ വരുമാനമുള്ളവർക്ക് ആശ്വാസം നൽകുന്നതിനായി മാരേജ് അലവൻസ്, റെന്റ് എ റൂം എന്നീ പദ്ധതികളിലൂടെയാണ് ഈ ആനുകൂല്യം സ്വന്തമാക്കാൻ സാധിക്കുക. വ്യക്തിഗത നികുതി ഇളവ് പരിധി 2031 വരെ മാറ്റമില്ലാതെ തുടരുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ ഇളവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മാരേജ് അലവൻസ് പദ്ധതി പ്രകാരം ദമ്പതികളിൽ ഒരാൾ നികുതി പരിധിയിൽ താഴെ വരുമാനമുള്ളയാളും പങ്കാളി അടിസ്ഥാന നിരക്കിൽ നികുതി അടയ്ക്കുന്നയാളുമാണെങ്കിൽ കുറഞ്ഞ വരുമാനമുള്ളയാൾക്ക് തൻ്റെ വ്യക്തിഗത അലവൻസിൽ നിന്ന് 1,260 പൗണ്ട് പങ്കാളിക്ക് കൈമാറാം. ഇത് പങ്കാളിയുടെ നികുതിരഹിത പരിധി 13,830 പൗണ്ടായി ഉയർത്തുകയും വർഷത്തിൽ 252 പൗണ്ട് വരെ നികുതി ലാഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തെ പദ്ധതിയായ റെന്റ് എ റൂം വഴി സ്വന്തം വീട്ടിലെ ഒരു മുറി വാടകയ്ക്ക് നൽകുന്നതിലൂടെ വർഷത്തിൽ 7,500 പൗണ്ട് വരെ നികുതിയില്ലാതെ വരുമാനം നേടാം. ഈ 2 ആനുകൂല്യങ്ങളും കൃത്യമായി സംയോജിപ്പിക്കുന്നതിലൂടെ അർഹരായ ആളുകൾക്ക്, പ്രത്യേകിച്ച് പെൻഷൻകാർക്ക് പ്രതിവർഷം 21,330 പൗണ്ട് വരെ നികുതി നൽകാതെ കൈവശം വയ്ക്കാൻ സാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 50 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ക്യാൻസർ പരിശോധന കിറ്റുകളുമായി UK NHS. ഇംഗ്ലണ്ടിൽ 50 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ബവൽ ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്താനുള്ള പരിശോധനാ കിറ്റുകൾ തപാൽ വഴി അയക്കാൻ UK നാഷണൽ ഹെൽത്ത് സർവീസ് തീരുമാനിച്ചു. ഈ പ്രായത്തിലുള്ളവരിൽ ക്യാൻസർ സ്ക്രീനിങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവായതിനെ തുടർന്നാണ് അധികൃതരുടെ അടിയന്തര നടപടി. നിലവിലെ കണക്കുകൾ പ്രകാരം 70 മുതൽ 74 വയസ്സ് വരെയുള്ളവരിൽ 73.5% പേർ പരിശോധനയിൽ പങ്കാളികളാകുമ്പോൾ 54 വയസ്സുള്ളവരിൽ കേവലം 56.2% പേർ മാത്രമാണ് ഇതിനോട് സഹകരിക്കുന്നത്. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലെ 50 മുതൽ 74 വയസ്സ് വരെയുള്ള എല്ലാവർക്കും 2 വർഷത്തിലൊരിക്കൽ ഈ സൗജന്യ ഹോം ടെസ്റ്റിംഗ് കിറ്റുകൾ ലഭ്യമാകും. സ്റ്റൂളിൻ്റെ ചെറിയ സാമ്പിൾ ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് തന്നെ വളരെ ലളിതമായി ചെയ്യാവുന്നതാണ് ഈ പരിശോധന. ഇതിലൂടെ മലത്തിൽ രക്തത്തിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്താനും ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാനും സാധിക്കും. പരിശോധനയിലൂടെ ആഴ്ചയിൽ ശരാശരി 100 ക്യാൻസർ കേസുകളെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെന്ന് NHS വ്യക്തമാക്കി.
രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ തന്നെ മലാശയ ക്യാൻസർ വികസിക്കാമെന്നും എന്നാൽ തുടക്കത്തിലെ കണ്ടെത്തിയാൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നും NHS ക്യാൻസർ വിഭാഗം ഡയറക്ടർ പ്രൊഫസർ പീറ്റർ ജോൺസൺ പറഞ്ഞു. തപാൽ പെട്ടിയിൽ എത്തുന്ന ഈ പരിശോധനാ കിറ്റുകൾ അശ്രദ്ധമായി മാറ്റിവെക്കാതെ കൃത്യമായി പൂർത്തിയാക്കി തിരികെ അയക്കണമെന്ന് ബോവൽ ക്യാൻസർ UK ചീഫ് എക്സിക്യൂട്ടീവ് ജെനിവീവ് എഡ്വേർഡ്സും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. UK-യിൽ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് പുതിയ മൈലേജ് നികുതി, വാഹന ഉടമകൾക്ക് വൻ തിരിച്ചടി. UK-യിലെ ഇലക്ട്രിക് പ്ലഗ്-ഇൻ ഹൈബ്രിഡ് വാഹന ഉടമകളെ ലക്ഷ്യമിട്ട് ചാൻസലർ റേച്ചൽ റീവ്സ് പുതിയ പേപ്പർ മൈൽ നികുതി പ്രഖ്യാപിച്ചു. 2028 ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പരിഷ്കാരമനുസരിച്ച് വാഹനങ്ങൾ 1 വർഷം സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നികുതി ഈടാക്കുക. നിലവിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഇന്ധന നികുതിയിലൂടെ റോഡ് ഉപയോഗത്തിന് പണം നൽകുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഈ ഇളവ് ലഭിച്ചിരുന്നു. എന്നാൽ കൂടുതൽ ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിലൂടെ സർക്കാരിന്റെ നികുതി വരുമാനത്തിലുണ്ടാകുന്ന വൻ ഇടിവ് പരിഹരിക്കാനാണ് ഈ പുതിയ നീക്കം. പുതിയ നിയമപ്രകാരം പൂർണ്ണമായും ഇലക്ട്രിക് ആയ വാഹനങ്ങൾക്ക് മൈലിന് 3 പെൻസ് നിരക്കിലും പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് മൈലിന് 1.5 പെൻസ് നിരക്കിലുമായിരിക്കും നികുതി ചുമത്തുക. UK-യിലെ ശരാശരി വാർഷിക മൈലേജായ 8000 മൈൽ സഞ്ചരിക്കുന്ന ഒരു ഇലക്ട്രിക് കാർ ഉടമയ്ക്ക് പ്രതിവർഷം 240 പൗണ്ട് അധികമായി അടയ്ക്കേണ്ടി വരും. ടെസ്ല മോഡൽ Y, മോഡൽ 3, ഓഡി Q4, BMW i4 തുടങ്ങിയ ജനപ്രിയ മോഡലുകളെല്ലാം ഈ പരിധിയിൽ വരും. ജോലി ആവശ്യങ്ങൾക്കായി ദീർഘദൂരം യാത്ര ചെയ്യുന്നവർക്കും ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്നവർക്കുമായിരിക്കും ഈ തീരുമാനം ഏറ്റവും വലിയ തിരിച്ചടിയാവുക. ഈ പുതിയ നികുതി വ്യവസ്ഥ ആളുകളെ പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുമെന്ന് ആശങ്കയും പരക്കെയുണ്ട്. UK-യിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് എനർജി ഡ്രിങ്കുകളുടെ വിൽപ്പന നിരോധിക്കുന്നു. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി UK-യിൽ ഉയർന്ന അളവിൽ കഫീൻ അടങ്ങിയ എനർജി ഡ്രിങ്കുകൾ 16 വയസ്സിൽ താഴെയുള്ളവർക്ക് വിൽക്കുന്നത് നിരോധിക്കാൻ സർക്കാർ തീരുമാനിച്ചു. അടുത്ത വർഷം ഏപ്രിൽ മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും. രാജ്യത്തുടനീളം ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികൾ പ്രതിദിനം ഇത്തരം ഉയർന്ന കഫീൻ പാനീയങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇവ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഓൺലൈൻ ഇൻഫ്ലുവൻസർമാരുടെ പ്രചാരണവും സ്കൂൾ മൈതാനങ്ങളിലെ ജനപ്രീതിയും ഇതിന് ആക്കം കൂട്ടുന്നു. ഇത്തരം എനർജി ഡ്രിങ്കുകളുടെ അമിത ഉപയോഗം കുട്ടികളിൽ ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ഏകാഗ്രതക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുമെന്നും അത് അവരുടെ വിദ്യാഭ്യാസത്തെ ദോഷകരമായി ബാധിക്കുമെന്നും പബ്ലിക് ഹെൽത്ത് മിനിസ്റ്റർ ഷാരോൺ ഹോഡ്സൺ വ്യക്തമാക്കി. ചായ, കാപ്പി എന്നിവയൊഴികെ 1 ലിറ്ററിൽ 150 മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ അടങ്ങിയ എല്ലാ പാനീയങ്ങൾക്കും ഈ നിരോധനം ബാധകമായിരിക്കും. കടകൾ, വെൻഡിംഗ് മെഷീനുകൾ, ഓൺലൈൻ സൈറ്റുകൾ എന്നിവ വഴിയുള്ള വിൽപ്പനയെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. നിയമം ലംഘിച്ച് കുട്ടികൾക്ക് പാനീയങ്ങൾ വിൽക്കുന്ന വ്യാപാരികൾക്ക് 2500 പൗണ്ട് വരെ പിഴ ചുമത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കും. അമിതവണ്ണം തടയാനും ഭാവി തലമുറയെ ആരോഗ്യത്തോടെ വളർത്താനും ഈ നടപടി അത്യന്താപേക്ഷിതമാണെന്ന് ആരോഗ്യ വിദഗ്ധരും വ്യക്തമാക്കുന്നു. ലേബർ പാർട്ടിയുടെ പുതിയ നേതാവായി ആൻഡി ബേൺഹാം കാതലായ മാറ്റങ്ങൾ വാഗ്ദാനം ചെയ്ത് ആദ്യ പ്രസംഗം. ലേബർ പാർട്ടിയുടെ പുതിയ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ആൻഡി ബേൺഹാം രാഷ്ട്രീയ നേതൃത്വം ദീർഘകാലമായി അവഗണിച്ച വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് ധൈര്യമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. പാർട്ടി നേതൃത്വ പ്രഖ്യാപനത്തിന് മുന്നോടിയായി നടത്തിയ തന്റെ ആദ്യ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ വാഗ്ദാനം നൽകിയത്. കീർ സ്റ്റാർമർ ഒഴിഞ്ഞതിനെ തുടർന്ന് തിങ്കളാഴ്ച ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായ ആൻഡി ബേൺഹാം ഔദ്യോഗികമായി ചുമതലയേൽക്കും. കഴിഞ്ഞ 2 വർഷമായി പാർട്ടി നേരിടുന്ന ജനപ്രീതിയിലെ ഇടിവ് പരിഹരിക്കാനും ഭരണത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കാനും ഈ നേതൃമാറ്റത്തിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. MP-മാരുടെ വൻ പിന്തുണയോടെയാണ് ബേൺഹാം പദവിയിലെത്തുന്നത്. വെസ്റ്റ്മിൻസ്റ്ററിൽ അധികാരം കേന്ദ്രീകരിക്കുകയും പൊതുമേഖലാ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുകയും ചെയ്ത 1980കളിലെ തെറ്റായ രാഷ്ട്രീയ നയങ്ങളെ അദ്ദേഹം വിമർശിച്ചു. കഴിഞ്ഞ 40 വർഷമായി രാജ്യം സഞ്ചരിച്ച പാതയിൽ നിന്ന് മാറി പുതിയൊരു വഴിയിലൂടെ UK നയിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. പ്രാദേശിക സമൂഹങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുന്നതും പൊതുമേഖലയിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരുന്നതുമായ ഒരു യഥാർത്ഥ ലേബർ സാമ്പത്തിക നയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം അടുത്ത ആഴ്ചയോടെ ഊർജ്ജ, ജല, ജീവിത ചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ട തന്റെ പുതിയ നയങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിനായുള്ള അണിയറ നീക്കങ്ങളും ലണ്ടനിൽ സജീവമാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q-മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q-മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.